പത്തനംതിട്ട വനംവകുപ്പ് ഓഫീസുകളിലെ വിജിലൻസ് പരിശോധനയിൽ ലഭിച്ചത് ഞെട്ടിക്കുന്ന അഴിമതിയുടെ വിവരങ്ങളാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ലാപ്ടോപ്പും ജീപ്പും വാങ്ങിച്ചത് വനവികസന ഫണ്ടിൽ നിന്നാണ് എന്നതിന്റെ തെളിവ് വിജിലൻസിന് ലഭിച്ചു. വനംവകുപ്പിന്റെ വിവിധ കരാറുകളിലും വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നാണ് കണ്ടെത്തൽ. 24 എക്സ്ക്ലൂസീവ്. വനം വകുപ്പിലേക്ക് വരുന്ന ഫണ്ടുകളെക്കുറിച്ച് നമുക്കാർക്കും വ്യക്തമായ ധാരണകളില്ല. ഈ ധാരണയില്ലായ്മ മുതലാക്കുകയാണ് വനംവകുപ്പെന്നാണ് വിജിലൻസിന്റെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കോന്നിയിലും റാന്നിയിലും അടക്കം നടത്തിയ പരിശോധനകളിൽ വൻ ക്രമക്കേടാണ് വിജിലൻസ് സംഘത്തിന് കണ്ടെത്താനായത്. വനവികസന പ്രവർത്തനങ്ങൾക്ക് മാത്രം ചെലവാക്കാൻ അനുമതിയുള്ള പണം വനവികസന ഫണ്ട്. ഇതിൽ നിന്നാണ് വനംവകുപ്പ് മറ്റ് ആവശ്യങ്ങൾക്കായി തുക ചെലവഴിച്ചിരിക്കുന്നത്. ഉദ്യോഗസ്ഥർക്ക് സഞ്ചരിക്കാൻ ബൊലേറോ ജീപ്പും ലാപ്ടോപ്പും വാങ്ങിച്ചതുൾപ്പെടെ ഈ ഫണ്ടിൽ നിന്ന്. DFOയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് വാഷിംഗ് മെഷീൻ വാങ്ങിച്ചതും ഇതിലുൾപ്പെടും. മന്ത്രി പങ്കെടുത്ത ചടങ്ങിനും പണം ചെലവഴിച്ചത് ചട്ടങ്ങൾക്ക് വിരുദ്ധമായെന്നും കണ്ടെത്തൽ. വിജിലൻസ് പരിശോധനയിൽ മറ്റൊരു പ്രധാന കണ്ടെത്തൽ വിവിധ കരാറുകളുടെ ക്രമക്കേടാണ്. മിക്ക കരാറുകളും ബിനാമി പേരുകളിൽ. വനം വകുപ്പിലെ ഉദ്യോഗസ്ഥ സംഘടനാ നേതാവായ ഒരാളെയും ഇയാളുടെ ബന്ധുക്കളെയും കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. വനം വകുപ്പിനായി വെബ്സൈറ്റ് നിർമ്മിക്കാൻ മാറിയത് 1 ലക്ഷത്തിലധികം രൂപ. എന്നാൽ ഇതുവരെ വെബ്സൈറ്റ് നിലവിൽ വന്നിട്ടുമില്ല. വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ട് വിജിലൻസ് മേധാവിക്ക് കൈമാറിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ തുടരന്വേഷണം വിശദമായി നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പത്തനംതിട്ട ജില്ലാ വിജിലൻസ് ടീമിന്റെ തീരുമാനം. സംസ്ഥാന വിജിലൻസ് കൃത്യമായി അന്വേഷിച്ചാൽ, അടിവരയിടുന്നു, കൃത്യമായി അന്വേഷിച്ചാൽ ചെന്നെത്തുന്നത് ഉന്നതങ്ങളിലേക്കായിരിക്കും, അഴിമതിയുടെ കാണാപ്പുറങ്ങളിലേക്കായിരിക്കും. അവർക്കതിന് കഴിയുമെന്ന് തന്നെയാണ് ഈയൊരു ഘട്ടത്തിലും പ്രതീക്ഷിക്കുന്നത്. സഞ്ജയ് ഇക്ബാലിനൊപ്പം ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. പൊതുജനം കഴുതയല്ല സാർ. വനം വികസിപ്പിക്കേണ്ട ഫണ്ടിൽ നിന്ന് ലാപ്ടോപ്പും ജീപ്പും വാങ്ങി ഉദ്യോഗസ്ഥർ വികസിക്കുന്നതിൽ നാട്ടുകാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാം. ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക്. വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഇത് ചെയ്യുന്ന കാര്യം ശരിയായ നടപടിയല്ല. ആദിവാസികൾക്ക് കിട്ടേണ്ട ഫണ്ട് അവർ ദുർവിനിയോഗം ചെയ്യുകയാണ്. അത് ശക്തമായി അതിന് അധികാരപ്പെട്ട ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയെല്ലാം ഇടപെട്ട് ഫണ്ട് വേണ്ടുന്ന രീതിയിൽ അവരുടെ കൈകളിൽ എത്തിപ്പെടുന്ന രീതിയിൽ ഇടപെടണം. റാന്നി, കോന്നി വന ഡിവിഷനിലെ വിജിലൻസ് അന്വേഷണം നടന്നതായി അറിയുന്നു. ആദിവാസി വനമേഖലയിലെ വികസന പ്രവർത്തനങ്ങളുടെ ഫണ്ടുകൾ ദുരുപയോഗപ്പെടുത്തി ലാപ്ടോപ്പ്, ബൊലേറോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതായും വൻ അഴിമതി നടന്നതായിട്ടാണ് കേൾക്കുന്നത്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ബിനാമി ഇടപാടിൽ വൻ കരാറുകൾ ഉറപ്പിച്ച് വൻ അഴിമതികളാണ് നടത്തുന്നത്. കോന്നി വനപരിധിയിലും അതേപോലെ ഈ റേഞ്ചിലും നടത്തിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ അഴിമതികളുടെ പിന്നിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും അതുമായി ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ജീവനക്കാരുടെ ബന്ധുക്കളുമായിട്ടുള്ള ആൾക്കാർക്ക് കരാർ ജോലികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ഇത്തരം ശക്തമായ രീതിയിലുള്ള അഴിമതിയാണ് ഇന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് ശക്തമായ രീതിയിലുള്ള അന്വേഷണം ഉണ്ടാകണം. പാവപ്പെട്ട ആദിവാസികൾക്ക് ലഭിക്കേണ്ട പദ്ധതി വിഹിതങ്ങൾ, അവർക്ക് നൽകേണ്ട സഹായങ്ങളാണ് ഇതിലൂടെ അവർ കൈക്കലാക്കിയിരിക്കുന്നത്. നവകേരള സദസ്സ് പോലുള്ള പ്രോഗ്രാമുകൾക്ക് ചെലവഴിക്കുന്നതിന് വേണ്ടി ഈ പണം ഉപയോഗിച്ചതായിട്ട് അറിയുന്നു. അതുപോലെ തന്നെ വനം വകുപ്പിലെ പല കരാർ ജോലികളും ഉദ്യോഗസ്ഥർ തന്നെ ബിനാമികളെ വെച്ച് കരാർ അടിസ്ഥാനത്തിൽ ഏറ്റെടുക്കുന്നതായിട്ടും നടത്തുന്നതായിട്ടും അങ്ങനെ വൻ ക്രമക്കേടുകൾ നടക്കുന്നു. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകും. സർക്കാർ ഇതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.